ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഇംഗ്ലീഷ് സ്വപ്നം കണ്ട് നടക്കുന്ന എല്ലാവർക്കും ഇംഗ്ലീഷ് ചലഞ്ചിൻ്റെ 5ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 4 ദിവസത്തെ ഇംഗ്ലീഷ് ചലഞ്ച് പാർട്ട് 2 വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ 40 വേർഡും അതിൻ്റെ അർത്ഥങ്ങളും അവ ഉപയോഗിച്ച് നമ്മൾ 40 സെൻറ്റൻസസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് ഒരു ആഗ്രഹമാണ്, സ്വപ്നമാണെങ്കിൽ നമ്മൾ ആ 40 വേർഡും ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ഇന്ന് നമ്മൾ ഇനി അടുത്ത 10 വേർഡും അവയ്ക്കുള്ള അർത്ഥവും അത് വെച്ചിട്ടുള്ള സെൻറ്റൻസും പഠിക്കാൻ പോവാണ്. പക്ഷെ ഇന്നത്തെ സെൻറ്റൻസുകൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന വാക്കുകളാണ്. ഇംഗ്ലീഷ് ഒട്ടറിയാത്തവർക്ക് മാത്രമല്ല, അല്ലാത്ത ആളുകൾക്കും പലപ്പോഴും എവിടെയാണ് ഇത് പ്ലേസ് ചെയ്യേണ്ടത്, എന്താ ഇതിൻ്റെ എക്സാക്റ്റ് അർത്ഥം എന്നൊക്കെ എപ്പോഴും കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ചില വാക്കുകളുണ്ട്. എന്നാൽ കണ്ടാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അത്തരം സിമ്പിളായിട്ടുള്ള നല്ല പവർഫുള്ളായിട്ടുള്ള 10 വാക്കുകളും അവയുടെ അർത്ഥങ്ങളും അവ ഉപയോഗിച്ചിട്ടുള്ള വാചകങ്ങളുമാണ്. ഈ നമ്മൾ വാചകങ്ങളൊക്കെ പഠിക്കുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വാചകങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഡെഫിനറ്റായിട്ടും വാക്കും അർത്ഥവും മാത്രമല്ല, പകരം വാചകങ്ങൾ കൂടെ നിങ്ങൾ എഴുതിയെടുക്കണുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യണം. ഓക്കെ, നല്ലതാണ്. നമ്മൾ ഇംഗ്ലീഷിൻ്റെ അടുത്തടുത്ത ലെവലിലേക്ക് പോകുള്ളൂ, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഒപ്പം നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത കൂടെ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ എന്ന്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം, നമുക്ക് ആക്സെൻറ്റയിൽ നിങ്ങൾക്ക് പേഴ്സണൽ കോച്ചിങ് ഉണ്ട്. പേഴ്സണൽ കോച്ചിങ്ങിനൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് ഗ്രൂപ്പ് ക്ലാസ്സുകളായിട്ട് സെഷൻ അറ്റൻഡ് ചെയ്യാം. ഗ്രൂപ്പ് ക്ലാസ്സിൽ ഞാൻ ഒരുപാട് പേരെ എടുക്കാറില്ല, 10 പേരെയാണ് മാക്സിമം എടുക്കുക. അതൊരു പ്രീമിയം സെഷനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യാറുള്ളത്. ഓക്കെ, 5 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന 10 പേരുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഞാൻ ആ സെഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ ഞാൻ വാട്സപ്പ് ലിങ്ക് കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വരും ദിവസങ്ങളിൽ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഒരുമിച്ച് ഇംഗ്ലീഷ് പഠിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർ ധൈര്യമായിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തു. അപ്പോൾ നമുക്കിനി നമ്മുടെ ആദ്യത്തെ വേർഡിലേക്ക് പോവാം. ഓഫൻ. ഓഫൻ, ഓക്കെ, ചിലർ അതിനെ ഓഫ്റ്റൻ എന്ന് പറയാറുണ്ട്. ഓഫൻ എന്നാണ് നമ്മൾ പലപ്പോഴും പ്രൊനൗൺസ് ചെയ്യുക. ഓഫ്റ്റൻ എന്ന് പ്രൊനൗൺസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓഫൻ, ഓഫൻ എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, പക്ഷെ ഇത് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ പലപ്പോഴും നമുക്ക് അറിയാറില്ല. ഓഫൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇടയ്ക്കിടെ, ഇടയ്ക്കിടെ. ഓക്കെ, ഓഫൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ. നമ്മൾ പറയാറില്ല അവൻ ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട്, അവൻ ഇടയ്ക്കിടെ അവിടെയൊക്കെ പോകാറുണ്ട്, അല്ലെങ്കിൽ അവൻ ഇടയ്ക്കിടെ അത് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയും. ഓക്കെ, ഇടയ്ക്കിടെ എന്ന് പറയുന്ന ഒരു വേർഡ്. ഓക്കെ, ഓഫൻ. ഓക്കെ, ഓഫൻ. നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. ഐ ബൈ ഫ്രം ഹിസ് ബേക്കറി as often as I can. I buy from his bakery as often as I can. ഓക്കെ, എനിക്ക് ഇടയ്ക്കിടെ ഞാൻ അവൻ്റെ കടയിൽ നിന്നൊക്കെ എന്നെ കൊണ്ട് സാധിക്കാവുന്ന സമയങ്ങളിലൊക്കെ ഞാൻ അവിടെ നിന്ന് ബേക്കറി മേടിക്കാറുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഹി കംസ് ഹിയർ ഓഫൻ. ഹി കംസ് ഹിയർ ഓഫൻ. ഓക്കെ, അവൻ ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട്. ഹി കംസ് ഹിയർ ഓഫൻ. അവൻ ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഓഫൻ ക്ലിയർ ആയല്ലോ. ഓഫൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇടയ്ക്കിടെ. ഇനി നമ്മൾ 2ാമത്തെ വേർഡിലേക്ക് പോവാണ്. 2ാമത്തെ വേർഡാണ് യെറ്റ്. യെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യെറ്റ്, YET, യെറ്റ്. യെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളൊന്ന് ഗസ് ചെയ്ത്. ഇതുവരെ, ഇതുവരെ. അപ്പൊ ഓഫൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ എന്നാണെങ്കിൽ യെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതുവരെ, ഇതുവരെ. ഓക്കെ, അപ്പൊ 2 വാക്കുകളുടെ അർത്ഥം ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചോ. ഓഫൻ, ഇടയ്ക്കിടെ, യെറ്റ്, ഇതുവരെ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹീസ് നോട്ട് യെറ്റ് ഹോം. ഹീസ് നോട്ട് യെറ്റ് ഹോം. അവൻ ഇതുവരെ വീട്ടിൽ വന്നില്ല. ഹീസ് നോട്ട് യെറ്റ് ഹോം. ഓക്കെ, അവൻ ഇതുവരെ വീട്ടിൽ വന്നില്ല എന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പം ഭർത്താക്കന്മാർ, ഭാര്യമാരൊക്കെ മക്കൾ വന്നോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ പറയാം ഹീസ് നോട്ട് യെറ്റ് ഹോം. ഓക്കെ, അവൻ ഇതുവരെ ഇവിടെ വന്നില്ല, വീട്ടിലെത്തിയില്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓഫൻ, ഇടയ്ക്കിടെ, യെറ്റ്, ഇതുവരെ. ഇനി 3ാമത്തെ വേർഡാണ് എമങ്. എമങ്. എമങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടത്തിൽ. എമങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടത്തിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത്. ഓഫൻ, ഇടയ്ക്കിടെ, യെറ്റ്, ഇതുവരെ, എമങ്, കൂട്ടത്തിൽ. എന്താണ്? കൂട്ടത്തിൽ. ഓക്കെ, among all my pets he is my most favorite. Okay, among all my pets he is my most favorite. Okay, എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻ്റെ എല്ലാ പെറ്റുകളിലും വെച്ച്
ഇവനാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ കൂട്ടത്തിൽ, എല്ലാത്തിലും എന്നൊക്കെ ഉള്ളത് ഒന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്, എമംഗ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചു. ഓക്കെ, എൻ്റെ എല്ലാ പെറ്റ്സിലും, എൻ്റെ എല്ലാ പെറ്റ്സുകളുടെ കൂട്ടത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതിനെയാണ്. ചിലപ്പോൾ ഒരു പ്രത്യേക ഡോഗായിരിക്കാം, ചിലപ്പോൾ ഒരു വെറൈറ്റി ബേർഡ് ആയിരിക്കാം. നമ്മൾ പറയാണ് എൻ്റെ എല്ലാ കൂട്ടത്തിലും, എല്ലാ പെറ്റ്സുകളുടെ ഇടയിലും ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഓക്കെ, അപ്പോൾ എമംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൂട്ടത്തിൽ. ഇനി നമ്മൾ നാലാമത്തെ വേർഡിലേക്ക് പോവാം കേട്ടോ, വിതൗട്ട്. വിതൗട്ട്. ഓക്കെ, വിതൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇല്ലാതെ. ഇല്ലാതെ. ഐ കാൺട്ട് ലിവ് വിതൗട്ട് ഹിം. ഓക്കെ, എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എങ്ങനെ പറയാം, ഐ കാൺട്ട് ലിവ് വിതൗട്ട് ഹിം. ഓക്കെ, എനിക്ക് അവനില്ലാതെ. ഇല്ലാതെ. ഇല്ലാതെ എന്നുള്ളതിന് നമ്മൾ എന്ത് വാക്ക് ഉപയോഗിക്കുക, വിതൗട്ട്. വിതൗട്ട്. ഓക്കെ, വിതൗട്ട്. ഒരു എക്സാമ്പിൾ നോക്കിയാലോ, ഐ കാൺ ലിവ് വിതൗട്ട് മൈ ഫോൺ. ഐ കാൺട്ട് ലിവ് വിതൗട്ട് മൈ ഫോൺ. ഓക്കെ, ഈ ഫോണില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, നേരത്തെ പറഞ്ഞു അവനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന്. കുറേ പേർക്ക് ഫോണില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയുക. ഓക്കെ, ഐ കാൺ ലിവ് വിതൗട്ട് മൈ ഫോൺ. അപ്പോൾ വിതൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇല്ലാതെ. ഇനി നമുക്ക് അഞ്ചാമത്തെ വേർഡ് നോക്കാം, പ്രൊവൈഡ്. പ്രൊവൈഡ്. പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നൽകുക. ഓക്കെ, എന്താണ്, നൽകുക. പ്രൊവൈഡ്, നൽകുക. ഓക്കെ, ഞാൻ അവനെല്ലാം പ്രൊവൈഡ് ചെയ്തു എന്ന് പറയും അല്ലേ നമ്മൾ ചില സമയത്ത്, ഞാൻ അവനെല്ലാം നൽകി. ഓക്കെ, പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നൽകുക. പ്രൊവൈഡ്. ആ വാക്കൊന്ന് പറഞ്ഞു നോക്കിയാൽ, പ്രൊവൈഡ്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് മുൻപ് പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എക്സാമ്പിളിലേക്ക് പോകാം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെയാണ് നമ്മൾ പറഞ്ഞത് ഓഫൻ. ഓഫൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇടയ്ക്കിടെ. ഓഫൻ, ഇടയ്ക്കിടെ. യെറ്റ്, ഇതുവരെ. യെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇതുവരെ. എമംഗ്. എമംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കൂട്ടത്തിൽ. എമംഗ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ. നാലാമത്തെ വേർഡ് നമ്മൾ പഠിച്ചു, വിതൗട്ട്. വിതൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇല്ലാതെ. വിതൗട്ട് എന്ന് പറഞ്ഞാൽ ഇല്ലാതെ. പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ നൽകുക. ഓക്കെ, നൽകുക. ഓക്കെ, അപ്പോൾ 5 വേർഡ് പഠിച്ചു. ഈ 5 വേർഡ് എഴുതിയെടുക്കണം കേട്ടോ. 5 വേർഡിൻ്റെയും മലയാളം എഴുതണം. അത് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസ് എഴുതിയെടുത്തിട്ടുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യണം. അപ്പോൾ പ്രൊവൈഡ് വെച്ചിട്ട് നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. പ്ലീസ് പ്രൊവൈഡ് മീ വിത്ത് എ ലിസ്റ്റ് ഓഫ് യുവർ സർവീസസ്. ഓക്കെ, പ്ലീസ് പ്രൊവൈഡ് മീ വിത്ത് എ ലിസ്റ്റ് ഓഫ് യുവർ സർവീസസ്. പ്ലീസ് പ്രൊവൈഡ് മീ വിത്ത് എ ലിസ്റ്റ് ഓഫ് യുവർ സർവീസസ്. നിൻ്റെ സർവീസുകളുടെ ഒരു ലിസ്റ്റ് എനിക്ക് നൽകൂ, തരൂ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നൽകുക, കൊടുക്കുക എന്നൊക്കെയാണ്. ഇനി നമ്മൾ ആറാമത്തെ വേർഡ് നോക്കാം, എറൗണ്ട്. എറൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലായിടത്തും. ഓക്കെ, അറൗണ്ട്, എല്ലായിടത്തും. ഓക്കെ, യു ഷുഡ് ലുക്ക് അറൗണ്ട്. നീ എല്ലായിടത്തും നോക്കണം. ഓക്കെ, ലുക്ക് അറൗണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എറൗണ്ട്. എറൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലായിടത്തും. ഓക്കെ, എല്ലായിടത്തും. എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിയോ കേട്ടോ, അറൗണ്ട്, എല്ലായിടത്തും. റൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാം, വട്ടം. ഓക്കെ, ഇതെന്താണ്, അറൗണ്ട്, എല്ലായിടത്തും. വി വെന്റ് അറൗണ്ട് ദ ബ്ലോക്ക്. ഓക്കെ, എന്താണ്, വി വെന്റ് അറൗണ്ട് ദ ബ്ലോക്ക്. ഓക്കെ, ഞങ്ങൾ ആ ബ്ലോക്കിന്റെ എല്ലായിടത്തും പോയി. ഓക്കെ, വി വെന്റ് അറൗണ്ട് ദ ബ്ലോക്ക്. ഞങ്ങൾ ആ ബ്ലോക്കിന്റെ എല്ലായിടത്തും പോയി. വി വെന്റ് അറൗണ്ട് ദ ഹൗസ്. ഞങ്ങൾ ആ വീട്ടിന്റെ എല്ലായിടത്തും പോയി. ഓക്കെ, അപ്പൊ അറൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലായിടത്തും. ഇനി നമുക്ക് ഏഴാമത്തെ വേർഡ് നോക്കാം, ഓൾമോസ്റ്റ്. ഓൾമോസ്റ്റ്. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആ വേർഡ് കേട്ടുപരിചയമുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് അതിനൊരു എക്സാക്റ്റ് അർത്ഥമൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂരിപക്ഷവും അല്ലെങ്കിൽ അധികവും എന്നൊക്കെ പറയാം നമുക്ക്. ഓക്കെ, ഐ എം ഓൾമോസ്റ്റ് ഡൺ വിത്ത് മൈ റിപ്പോർട്ട്. ഐ എം ഓൾമോസ്റ്റ് ഡൺ വിത്ത് മൈ റിപ്പോർട്ട്. ഐ എം ഓൾമോസ്റ്റ് ഡൺ വിത്ത് മൈ റിപ്പോർട്ട്. ഓക്കെ, എൻ്റെ റിപ്പോർട്ട് ഒരുവിധമൊക്കെ തീർന്നു കേട്ടോ. ഒരുവിധം എൻ്റെ കംപ്ലീറ്റ് ചെയ്തു. അത് പൂർണ്ണമായി എന്നല്ല, ഒരുവിധമല്ല, തീർന്നു. നിസ്സാര ചില മിനുക്കോടികളുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ എം ഓൾമോസ്റ്റ് ഡൺ വിത്ത് മൈ റിപ്പോർട്ട്. ഇനി നമ്മൾ എട്ടാമത്തെ വീട്ടിലേക്ക് പോവാണ്, ലേറ്റർ. ലേറ്റർ. ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നീട്. ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നീട്. ഓക്കെ, നമ്മൾ പിന്നീടത്തേക്ക് മാറ്റി വെച്ചു എന്നൊക്കെ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ പിന്നീട് വരാം, അല്ലെങ്കിൽ നമ്മൾ പറയും സീ യു ലേറ്റർ. സീ യു ലേറ്റർ, നമുക്ക് പിന്നീട് കാണാം എന്നൊക്കെ പറയും അല്ലേ, സീ യു ലേറ്റർ. ഓക്കെ, പിന്നീട്. ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നീട്. ഒരു എക്സാമ്പിൾ നോക്കിയാലോ, I'll finish it later. I'll finish it later. Okay, I'll finish it later എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പിന്നീട് തീർത്തുകൊണ്ട്. I'll finish it later, ഞാൻ പിന്നീട് തീർത്തുകൊണ്ട്. അപ്പോൾ എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ എടാ ജോലി നിന്ന് തീർത്തേ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും I'll finish it later, ഞാൻ പിന്നീട്
തീർത്തുകൊണ്ട്. ഐ വിൽ ഫിനിഷ് ഇറ്റ് ലേറ്റർ. ഇനി നമ്മൾ 9ാമത്തെ വേർഡിലേക്ക് പോവാണ്. എനിത്തിങ്. എനിത്തിങ്. എനിത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തും. എന്തും. ഓക്കെ, നമ്മൾ പറയും I'll do anything for you. I'll do anything for you. ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യും. ഓക്കെ, I'll do anything for you. ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യും. നമ്മൾ പറയില്ലേ, ഇടം വലം നോക്കാതെ നമ്മൾ ചെയ്തിരിക്കും എന്നൊക്കെ പറയും അല്ലേ? അതുകൊണ്ട് എങ്ങനെയാ പറയാം? I'll do anything for you. ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യും. നമുക്ക് ഇതിനായിട്ട് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. You can ask me for anything. ഓക്കെ, നിനക്ക് എന്നോട് എന്തും ചോദിക്കാം. You can ask me for anything. നമ്മൾ ഈ വില്ലന്മാരുടെയൊക്കെ കൊള്ളസങ്കേതത്തിലൊക്കെ പണ്ട് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ സാഹസികമായിട്ടൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവർ ചോദിക്കാറുള്ള സാധനമാണ്, നിനക്ക് എന്നോട് എന്തും ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ രാജാക്കന്മാരൊക്കെ പറയുന്ന കാര്യമാണ്, നിനക്ക് എന്നോട് എന്തും ചോദിക്കാം. ഓക്കെ, യു ക്യാൻ ആസ്ക് മീ ഫോർ എനിത്തിങ്. ഓക്കെ, യു ക്യാൻ ആസ്ക് മീ ഫോർ എനിത്തിങ്. ഇനി നമ്മൾ അവസാനത്തെ 10ാമത്തെ വേർഡിലേക്ക് പോവാണ്. പ്രോബബിളി. പ്രോബബിളി. പ്രോബബിളി എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്കപ്പോഴും. ഓക്കെ, മിക്കവാറും, മിക്കപ്പോഴും എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ നമുക്ക് ഞാൻ ഒരു എക്സാമ്പിൾ നോക്കാം. He is probably still asleep. Okay, he is probably still asleep. Okay, എന്ന് പറഞ്ഞാൽ എന്താ? അവൻ മിക്കവാറും ഉറക്കത്തിലായിരിക്കും. He is probably still asleep. He is probably still asleep. അവൻ മിക്കവാറും ഉറങ്ങുകയായിരിക്കും, ഉറക്കത്തിലായിരിക്കും എന്ന് പറയാണ്. He is probably still asleep. ഓക്കെ, അപ്പോൾ നമ്മൾ 10 വേർഡുകൾ പഠിച്ചു. ഈ 10 വേർഡുകൾ ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. റിവൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഒന്നാമത്തേതായിരുന്നു നമ്മൾ പഠിച്ച ഓഫൻ. ഓഫൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടയ്ക്കിടെ. ഓക്കെ, രണ്ടാമത്തെ വേർഡ് നമ്മൾ പഠിച്ചത് യെറ്റ്. യെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതുവരെ. ഇതുവരെ. മൂന്നാമത്തെ വേർഡ് നമ്മൾ പഠിച്ചത് എമങ്. എമങ്, കൂട്ടത്തിൽ. കൂട്ടത്തിൽ എന്നാണ് നമ്മൾ പഠിച്ചത്. എമങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കൂട്ടത്തിൽ. നാലാമത്തെ വേർഡ് നമ്മൾ പഠിച്ചത് വിതൗട്ട്. വിതൗട്ട്. വിതൗട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇല്ലാതെ. ഇല്ലാതെ എന്നായിരുന്നു. വിതൗട്ട്, ഇല്ലാതെ. അഞ്ചാമത്തെ വേർഡ് നമ്മൾ പഠിച്ചത് പ്രൊവൈഡ്. പ്രൊവൈഡ്. പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നൽകുക. ഓക്കെ, നൽകുക. പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ നൽകുക. ആറാമത്തെ വേർഡ് നമ്മൾ പഠിച്ചത് അറൗണ്ട്. അറൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായിടത്തും. അറൗണ്ട്, എല്ലായിടത്തും. ഏഴാമത്തെ വേർഡ് നമ്മൾ പഠിച്ചത് ഓൾമോസ്റ്റ്. ഭൂരിപക്ഷവും. ഭൂരിപക്ഷം. ഓക്കെ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ്, അധികവും എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഓൾമോസ്റ്റ്. എട്ടാമത്തെ വേർഡ് നമ്മൾ പഠിച്ചത് ലേറ്റർ. പിന്നീട്. ലേറ്റർ, പിന്നീട്. ഇനി 9ാമത്തെ വേർഡിലേക്ക് നമ്മൾ വരാണ്. 9ാമത്തെ വേർഡ് നമ്മൾ പഠിച്ചത് എനിത്തിങ്. എന്തും. ഓക്കെ, എനിത്തിങ്, എന്തും. 10ാമത്തെ വേർഡ് നമ്മൾ പഠിച്ചത് പ്രോബബിളി. മിക്കവാറും. ഓക്കെ, നമ്മൾ 10 വേർഡുകൾ പഠിച്ചു. അതിൻ്റെ സെൻറ്റൻസസ് പഠിച്ചു. നന്നായിട്ട് എഴുതിയെടുക്കുക. പ്രാക്ടീസ് ചെയ്യാം. എത്രമാത്രം പ്രാക്ടീസ് ചെയ്യാവൂ അത്രമാത്രം പ്രാക്ടീസ് ചെയ്യണം. ഇംഗ്ലീഷ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഓരോ ദിവസവും ഒരു പടിയെങ്കിലും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം കേട്ടോ. നമ്മൾ വെറുതെ നടന്നാൽ പോരാ, ലാംഗ്വേജ് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കണം. ഒപ്പം എൻ്റെ കൂടെ ചേർന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം, നിങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാം. ഇനി അതല്ല, പേഴ്സണൽ സെഷൻസ്, ഗ്രൂപ്പായിട്ടല്ല പേഴ്സണലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്. അവരുടെ കൂടെ നിങ്ങൾക്ക് 1-on-1 സെഷൻസ്. ഓക്കെ, നിങ്ങളുടെ സമയം പ്രശ്നമല്ല, പ്രായം പ്രശ്നമല്ല, അവരുടെ കൂടെ പേഴ്സണലി നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ Day 6 ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. Until then, it's bye from Linto.